കൊല്ലത്ത് യെല്ലോ അലർട്ടാണ് നിലനിൽക്കുന്നത്. രാജ്കുമാർ ഉണ്ട്. രാജ്കുമാർ, എങ്ങനെയാണ് കൊല്ലത്തെ ഒരു സ്ഥിതി ഇപ്പോൾ? തീരദേശ മേഖലയിലൊക്കെ സ്ഥിതി എങ്ങനെയാണ്? മഴയെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ പല സ്ഥലങ്ങളിലും ശക്തമായ കാറ്റുണ്ട്. അങ്ങനെ പവിത്രേശ്വരം ഗംഗാഭവനിൽ സുഷമയുടെ വീട് മരം വീണ് തകർന്നു. അതുപോലെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ അന്നദാന ഹാളിൻ്റെ ഒരു ഭാഗവും തകർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിലവിൽ ഇവിടെയുള്ള നാശനഷ്ടം എന്ന നിലയിൽ നമുക്ക് പറയാവുന്നത്. പിന്നീട് പത്തനാപുരം ഭാഗത്ത് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. അവിടെ ആയിരക്കണക്കിന് വാഴ ശക്തമായ കാറ്റിൽ തകർന്നുപോയി. അപ്പോൾ അതൊരു കൃഷിനാശമാണ്. ഇങ്ങനെയുള്ള ഒരു നാശനഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ റെയിൻ കലാമിറ്റി എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയും. അതേസമയം ഈ പാലരുവി വെള്ളച്ചാട്ടം ഇപ്പോൾ അവിടെ ഈ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറ്റാലത്ത് വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. പക്ഷേ പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകളിൽ പെയ്യുന്ന ശക്തമായ മഴ, ആ മഴയും അതിനെ തുടർന്നുള്ള എല്ലാ നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ പാലരുവി ഉൾപ്പെടെയുള്ള ജലപാതങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നീലിമ. ശരി, കൊല്ലത്തു നിന്നും രാജ്കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.